ഗവൺമെന്റ് ഒരു നിലപാട് അവർക്ക് നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. കേരള ഗവൺമെന്റിനുണ്ട്. കേരള ഗവൺമെന്റിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. നമ്മളിവിടെ ഈ കാര്യത്തിൽ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ അഭിപ്രായ സമന്വയത്തോടെ ഈ വിഷയം തീരണമെന്നുള്ള നിലപാടാണല്ലോ കേരളം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തിൽ കേരളത്തിൽ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നിലപാട് കേരള ജനതയുടെ സുരക്ഷയാണ്. കേരള ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാവുക എന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആവശ്യമാണ്. എന്നാൽ അതോടൊപ്പം തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കാൻ നമ്മൾ തയ്യാറുമാണ്. ഇത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ നേതൃത്വം കൊടുത്ത ഗവൺമെന്റിൽ അന്ന് ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഒരു ധാരണയാണ്. അത് തുടരുകയാണ്. പക്ഷേ അഭിപ്രായ സമന്വയത്തിന് മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അത് സാധ്യമാവൂ? അല്ല, നമ്മൾ ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ്. ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും രണ്ട് പുതിയ ഗവൺമെന്റുകൾ വരുന്നു. രണ്ട് ഗവൺമെന്റുകൾ തമ്മിലുള്ള ഒരു കൂടിയാലോചനയുടെ അഭിപ്രായ സമന്വയത്തിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളത് കേരളത്തിന്റെ കടമയാണ്. അത് തീർച്ചയായിട്ടും ബഡ്ജറ്റ് അവതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം സർക്കാർ ഒരു തീരുമാനം എടുക്കണം. അതിൽ തമിഴ്നാട് അങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി നമ്മുടെ ആവശ്യം നിറവേറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ മുൻപിലുള്ള മാർഗ്ഗം. അതേ ഉള്ളൂ. നമ്മളതിൽ ശക്തമായി കുറച്ചു നിന്നുകൊണ്ട് ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. അതിനകത്ത് കേരള ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ മുമ്പിലുള്ള സാഹചര്യം. അതനുസരിച്ച് തന്നെ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഓക്കെ, താങ്ക് യു.